ഈശോ ദേവാലയത്തിൽ നിന്നും കച്ചവടക്കാരെ പുറത്താക്കുന്നു. 1944 ഒക്ടോബർ 24. ഈശോ ജെറുസലേം ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ പ്രവേശിക്കുന്നു. കൂടെ പത്രോസ്, ജോൺസ്, ജെയിംസ്, യാക്കോബ്, ഫിലിപ്പോസ്, ബർത്തലോമിയ എന്നിവരുമുണ്ട്. അങ്കണത്തിനകത്തും പുറത്തും വലിയൊരു ജനക്കൂട്ടമുണ്ട്. നഗരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകർ കൂട്ടം കൂട്ടമായി എത്തിക്കൊണ്ടിരിക്കുന്നു. ദേവാലയം നിൽക്കുന്ന കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നഗരത്തിൻ്റെ വീതി കുറഞ്ഞ വളഞ്ഞു തിരിഞ്ഞു പോകുന്ന വഴികൾ കാണാം. അവിടെയെല്ലാം ജനങ്ങൾ നിറഞ്ഞൊഴുകുകയാണ്. വെള്ളപൂശിയ വീടുകളുടെ ഇടയ്ക്കു കൂടി പല നിറത്തിലുമുള്ള ഒരു നാട സ്വയം മുമ്പോട്ട് നീങ്ങുന്ന പ്രതീതിയാണ് ഉണ്ടാവുക. വിചിത്രമായ ഒരു കളിപ്പാട്ടം പോലെയുണ്ട് നഗരം. രണ്ട് വെളുത്ത നൂലുകൾക്കിടയിൽ വർണ്ണശബളമായ ഒരു നാട. എല്ലാം ജെറുസലേം ദേവാലയം നിൽക്കുന്ന കുന്നിൻ്റെ മുകളിലേക്ക് നീങ്ങുന്നു. ദേവാലയത്തിൻ്റെ എടുപ്പുകൾ വെയിലത്ത് വെട്ടിത്തിളങ്ങുന്നു. ദേവാലയത്തിൻ്റെ ഉൾഭാഗം ശരിക്കും ഒരു ചന്തയാണ്. ഒരു വിശുദ്ധ സ്ഥലത്തിനുണ്ടായിരിക്കേണ്ട ഏകാന്തതയും ശാന്തിയും നശിച്ചു പോയിരിക്കുന്നു. ചിലർ ആട്ടിൻകുട്ടികളെ ലേലത്തിൽ പിടിക്കുന്നു. വില കൂടുതലാണ് എന്നു പറഞ്ഞ് ചിലർ അട്ടഹസിക്കുന്നു. പുലഭ്യം പറയുന്നു. കരഞ്ഞു നിലവിളിക്കുന്ന ഈ ആട്ടിൻകുട്ടികളെ അവയ്ക്കായി കുറ്റിയും കയറും ഉപയോഗിച്ചുണ്ടാക്കിയ വേലിക്കകത്തേക്ക് കൊണ്ടുപോകുന്നു. വാതിൽക്കൽ കച്ചവടക്കാരും ഉടമസ്ഥരും നിൽക്കുന്നു. ആടുവാങ്ങാൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണവർ. കുറുവടി കൊണ്ടുള്ള അടി, ആടിൻ്റെ കരച്ചിൽ, തെറിവിളി, അട്ടഹാസം, ജന്തുക്കളെ ഒന്നിച്ചു കൂട്ടുന്നതിലും തിരഞ്ഞെടുക്കുന്നതിലും വേണ്ടത്ര വേഗത കാട്ടാത്ത പയ്യന്മാരോടുള്ള ഭർസനം, വിലപേശുന്നവരെ കച്ചവടക്കാർ പരിഹസിക്കുന്നത്, വിലപേശിയിട്ട് ആടിനെ വാങ്ങാതെ പോകുന്നവരെ പരിഹസിക്കൽ, ഇവിടുത്തെ ശല്യം ഒഴിവാക്കാൻ വീട്ടിൽ നിന്നും ആടുമായി വന്നിരിക്കുന്നവരെ പറയുന്ന പച്ചത്തെറി, ഇതെല്ലാം കേൾക്കാം. പണമിടപാടുകാരുടെ ബെഞ്ചിനടുത്ത് ഇതിനേക്കാൾ വലിയ ബഹളമാണ്. ദേവാലയം എന്നും പ്രത്യേകിച്ച് പെസഹ തിരുനാളിനോട് അടുത്ത നാളുകളിൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചോ കരിഞ്ചന്തയോ ആയി മാറിയിരിക്കുന്നു. നിശ്ചിത വിനിമയ നിരക്കില്ല. നിയമാനുസൃതം കിട്ടേണ്ട ഒരു നിരക്ക് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇവിടുത്തെ ഇടപാടുകാർ സ്വന്തം നിരക്കുകളനുസരിച്ച് പണം കൊടുക്കും. വിനിമയത്തിന് അവർ നിശ്ചയിക്കുന്ന വൻ ലാഭം കൊടുക്കണം. അവരുടെ ഇടപാടുകളിൽ നർമ്മബോധത്തിന് സ്ഥാനമില്ലായിരുന്നു. പാവപ്പെട്ടവരിൽ നിന്നും ദൂരദേശങ്ങളിൽ നിന്നും വന്നവരിൽ നിന്നും കൊള്ളലാഭമുണ്ടാക്കി ചെറുപ്പക്കാരേക്കാൾ കൂടുതലായി വൃദ്ധന്മാരെയും അതിലും കൂടുതലായി പാലസ്തീനായുടെ പുറത്തുനിന്നും വന്നവരെയും അവർ പിഴിഞ്ഞു. ഒരു കൊല്ലം മുഴുവൻ ഏറെ ക്ലേശിച്ച് മിച്ചം വെച്ച തുക മുഴുവൻ ചില പാവപ്പെട്ട വൃദ്ധന്മാർ പുറത്തെടുത്തു. പല പ്രാവശ്യം ഇടപാടുകാരനിൽ നിന്ന് കൂടുതൽ ലാഭത്തിന് വിനിമയമുണ്ടാകുമെന്ന് തിരക്കി അവർ ബാങ്കുകൾ കയറിയിറങ്ങി. ആദ്യം ഉപേക്ഷിച്ചു പോയവൻ്റെ അടുത്ത് വീണ്ടും വന്നു. അവൻ വൈരാഗ്യബുദ്ധിയോടുകൂടി നിരക്ക് വീണ്ടും കുറച്ചു. വലിയ നാണയങ്ങൾ കൊള്ളപ്പലിശക്കാരുടെ കയ്യിലെത്തി. അതുമാറി ചെറിയ തുട്ടുകൾ കൊടുത്തു. ആട്ടിൻകുട്ടികളെ വാങ്ങിക്കലാണ് അടുത്ത പ്രശ്നം. വയസ്സന്മാർ, പ്രത്യേകിച്ചും കണ്ണിന് നല്ല കാഴ്ചയില്ലാത്തവർ, അവരുടെ കെണിയിൽ വീണത് തന്നെ. സുഖക്കേട് പിടിച്ച അല്പായുസ്സുകളായ ആട്ടിൻകുട്ടികളെ ഇവരുടെ മേൽ അടിച്ചേൽപ്പിക്കും. ഒരു വൃദ്ധനും ഭാര്യയും മെലിഞ്ഞൊരു ആട്ടിൻകുട്ടിയെ നടത്തിക്കൊണ്ടുവരുന്നു. ബലിയർപ്പിക്കാൻ പറ്റിയതല്ല എന്ന് ബലിയർപ്പികൾ വിധിച്ചിരിക്കും. ആട്ടിൻകുട്ടിയെ മാറ്റിത്തരണമെന്ന് വിറ്റവൻ്റെ അടുത്ത് പോയി അവർ അപേക്ഷിച്ചു. പക്ഷേ അവന് കുലുക്കമൊന്നുമില്ല. അവരെ പുലഭ്യം പറഞ്ഞു മടക്കി അയക്കുന്നതേയുള്ളൂ. നിങ്ങൾക്ക് കാശ് കൊടുക്കാനില്ല. തന്ന കാശിന് ഇത്രയും നല്ലൊരു ആട്ടിൻകുട്ടിയെ നിങ്ങൾക്കെങ്ങും കിട്ടില്ല. ഗലീലിയക്കാരാ, ഒന്ന് പോകൂ. കുറേ കൂടെ നല്ലൊരു ബലിയാടിനെ വേണോ? 5 നാണയം കൂടി തരണം. ദൈവത്തെ ഓർത്ത് അങ്ങനെ പറയരുത്. ഞങ്ങൾ പാവങ്ങളാണ്, വയസ്സുമായി. ഒരുപക്ഷെ ഈ പെസഹ ഞങ്ങളുടെ അവസാനത്തെ പെസഹ ആയിരിക്കാം. അത് ആഘോഷിക്കാൻ നീ ഞങ്ങളെ അനുവദിക്കില്ലേ? ഒരാട്ടിൻകുഞ്ഞിൻ്റെ ന്യായമായ വില നിനക്ക് തന്നു കഴിഞ്ഞു. നീ അതുകൊണ്ട് തൃപ്തിപ്പെടില്ലേ? അല്ലേ? വൃത്തികെട്ട പരീക്ഷ. പോകണം പുറത്ത്. മൂപ്പൻ ജോസഫ് വരുന്നുണ്ട്. അയാളുടെ സംരക്ഷണയിലാണ് ഞാൻ. മൂപ്പ വരണം വരണം. ഏതാടിനെ വേണം? തിരഞ്ഞെടുക്കാമല്ലോ. മൂപ്പൻ ജോസഫ് എന്ന് പറഞ്ഞയാൾ അരിമത്തായിലെ ജോസഫാണ്.
അദ്ദേഹം പള്ളി അങ്കണത്തിൽ പ്രവേശിച്ചു. ഒരൊന്നാന്തരം ആട്ടിൻകുഞ്ഞിനെ തിരഞ്ഞെടുത്തു. അയാൾ ഗാംഭീര്യത്തോടെ ആരെയും കൂസാതെ കടന്നുപോയി. വേഷം ബഹുവിശേഷം. ഗേറ്റിനടുത്ത് നിന്ന് കരയുന്ന പാവം പരീക്ഷകളെ നോക്കുന്നേയില്ല. തടിച്ച ആട്ടിൻകുട്ടിയുമായി പുറത്തേക്ക് പോരുമ്പോൾ അവരെ തള്ളി മാറ്റി വേണം അയാൾക്ക് പോകാൻ. ആട്ടിൻകുട്ടി കരയുകയാണ്. അടുത്ത് തന്നെ ഈശോ നിൽപ്പുണ്ട്. ഈശോയും ഒരു ആട്ടിൻകുഞ്ഞിനെ വാങ്ങി. പത്രോസ് ആടിനെ നടത്തിക്കൊണ്ടു പോകുന്നു. ഈശോയ്ക്ക് വേണ്ടി വിലപേശി പത്രോസ് ആയിരിക്കണം കച്ചവടം ഉറപ്പിച്ചത്. ഒരുമാതിരി ഭേദപ്പെട്ട ആടാണ് പത്രോസിൻ്റെ കയ്യിലിരിക്കുന്നത്. ബലിയർപ്പിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ പത്രോസ് തിടുക്കം കൂട്ടുകയാണ്. എന്നാൽ ഈശോ ഗലീലയിൽ നിന്നും വന്ന ആ പാവപ്പെട്ട വൃദ്ധതമ്പികളുടെ നേരെ തിരിഞ്ഞു. അവർ കരഞ്ഞുകൊണ്ട് പോവുകയാണ്. ഇനി എന്തു ചെയ്യണമെന്ന് നിശ്ചയമില്ല. കച്ചവടക്കാരൻ്റെ ശകാരവും കേട്ട് ജനക്കൂട്ടത്തിൽ ഉന്തും തള്ളും കൊണ്ട് അവർ നടക്കുകയാണ്. ഈശോയ്ക്ക് നല്ല പൊക്കമുണ്ട്. ഈ വൃദ്ധ ദമ്പതികൾക്ക് ഈശോയുടെ നെഞ്ചോളമേ പൊക്കമുള്ളൂ. ആ വൃദ്ധയുടെ തോളിൽ കൈവച്ചുകൊണ്ട് ഈശോ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ആ വൃദ്ധ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് സുഭകനായ ഒരു യുവാവിനെയാണ്. ആടിത്തം തുളുമ്പുന്ന മുഖം, മനോഹരമായ ഒരു വെളുത്ത കുപ്പായം ധരിച്ചിരിക്കുന്നു. മഞ്ഞുപോലെ വെണ്മയുള്ള മേലങ്കിയുണ്ട്. അവൾക്ക് തോന്നി ഇതൊരു മതപണ്ഡിതനായിരിക്കുമെന്ന്. വേഷവും മുഖഭാവവും പുരോഹിതൻ്റേതാണ്. സാധാരണ മതപണ്ഡിതന്മാരും പുരോഹിതന്മാരും ദരിദ്രരായ ഭക്തന്മാരെ ശ്രദ്ധിക്കാറില്ല. ഈശോയുടെ ചോദ്യം കേട്ട് ആ സ്ത്രീ അമ്പരന്നുപോയി. കച്ചവടക്കാരുടെ കൊള്ളയിൽ നിന്നും പാവങ്ങളെ രക്ഷിക്കാൻ ഒരു പുരോഹിതനും മെനക്കെടാറില്ല. തങ്ങളുടെ സങ്കടം ആ സ്ത്രീ ഈശോയെ പറഞ്ഞു കേൾപ്പിച്ചു. ഈശോ ആടുകച്ചവടക്കാരനോട് പറഞ്ഞു, ഈ വിശ്വാസികൾക്ക് ആടിനെ മാറ്റിക്കൊടുക്കൂ. നിങ്ങൾ വിറ്റ ആട് ബലിയർപ്പിക്കാൻ പറ്റിയതല്ല. പാവങ്ങളായതുകൊണ്ടും ചോദിക്കാൻ ആരുമില്ലെന്ന് കരുതി നിങ്ങൾ ഈ സാധുക്കളെ ചൂഷണം ചെയ്യരുത്. ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാണ്? നീതിബോധമുള്ള ഒരു മനുഷ്യൻ. നിങ്ങളുടെ സംസാര ശൈലിയിൽ നിന്നും നിങ്ങളുടെ അനുചരന്മാരുടെ ഭാഷയിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ ഗലീലയിൽ നിന്നുള്ളവരാണെന്നത്രേ. ഗലീലിയയിൽ നീതിബോധമുള്ള ഒരാളെ കണ്ടെത്താൻ കഴിയുമോ? ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ. അങ്ങനെ നിങ്ങൾ ഒരു നീതിമാനായി തീരട്ടെ. ഇതാ ഒരു ഗലീലിയക്കാരൻ മറ്റു ഗലീലിയക്കാർക്ക് നീതി നേടിക്കൊടുക്കാൻ വന്നിരിക്കുന്നു. ഈ പള്ളി അങ്കണത്തിൽ പൊറുക്കുന്ന നമ്മളെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോയെ കളിയാക്കി ചിരിച്ചു. ഗലീലിയക്കാരൻ്റെ സംസാര ശൈലി ചിരിപ്പിക്കാൻ വേണ്ടി അനുകരിച്ചു. യൂദയായിലെ ആളുകളുടെ സംസാരത്തെക്കാൾ കുറെ കൂടി മയമുള്ളതും സംഗീതം ധ്വനിക്കുന്നതും ഗലീലിയക്കാരുടെ ഭാഷയ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഏറെ ജനം അവരുടെ അടുത്തുകൂടി. കച്ചവടക്കാരും പണമിടക്കാരും ഈശോയ്ക്കെതിരായി ആടുകച്ചവടക്കാരൻ്റെ പക്ഷം ചേർന്നു. അവിടെ കൂടിയ ആളുകളുടെ ഇടയിൽ 2-3 റബ്ബിമാരുമുണ്ട്. പരിഹാസദോതകമായ സ്വരത്തിൽ അവരിലൊരാൾ ചോദിച്ചു, നിങ്ങളൊരു മതപണ്ഡിതനാണോ? ജോബിൻ്റെ ക്ഷമ പോലും പരീക്ഷിക്കുന്ന രീതിയിലാണ് ചോദ്യം. അതെ, ഞാനൊരു മതപണ്ഡിതനാണ്. നിങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത്? ഞാൻ പഠിപ്പിക്കുന്നത് ഇതാണ്: ദൈവത്തിൻ്റെ ആലയം ഒരു പ്രാർത്ഥനാലയമായിരിക്കണം. കൊള്ളപ്പലിശ വാങ്ങാനും കച്ചവടം നടത്താനുമുള്ള ഒരു സ്ഥലമല്ല ദേവാലയം. ഇതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഈശോയെ നേരിടാൻ ആർക്കും ധൈര്യമില്ല. ഏദൻ തോട്ടത്തിൻ്റെ വാതിൽക്കൽ കാവൽ നിർത്തിയിട്ടുള്ള മുഖ്യദൂതനെ പോലെ തോന്നും. ഈശോയുടെ കയ്യിൽ വെട്ടിത്തിളങ്ങുന്ന വാളില്ല. പക്ഷേ ആ കണ്ണുകളിൽ നിന്നുള്ള പ്രകാശം ഇടിമിന്നൽ മാതിരി പരിഹസിക്കാനെത്തിയ പാപികളുടെ മേൽ വീഴുന്നു. ഈശോയുടെ കയ്യിൽ ഒന്നുമില്ല. അദ്ദേഹം കോപം കൊണ്ട് ജ്വലിക്കുകയാണ്. ഒരു കോപാഗ്നി പോലെ അദ്ദേഹം പണമിടപാടുകാരുടെ ബെഞ്ചുകൾക്കിടയിൽ കൂടി നടന്ന് വളരെ കൃത്യമായി എണ്ണിവെച്ചിരുന്ന നാണയ കൂമ്പാരങ്ങൾ തട്ടിത്തെറിപ്പിക്കുന്നു. അവരുടെ ബെഞ്ചും മേശയും മറിച്ചിടുന്നു. നാണയങ്ങളും തടി കൊണ്ടുള്ള ഉരുപ്പടികളും താഴെ വീഴുന്ന ശബ്ദം. കോപാട്ടഹാസം, ഭയം കൊണ്ടുള്ള നിലവിളി, ബലബേഷ് എന്ന് അഭിനന്ദനം. ആടുകളെ നോക്കുന്ന ബാലന്മാരുടെ കയ്യിൽ നിന്നും കുറച്ച് കയറ് ഈശോ ബലമായി വാങ്ങുന്നു. അതുകൊണ്ട് ഒരു ചാട്ടവാർ ഉണ്ടാക്കുന്നു. അത് ചുഴറ്റിക്കൊണ്ട് മുന്നോട്ടാഞ്ഞ് ഇരുവശത്തും നിൽക്കുന്നവരെ നിർഭയം അടിക്കുന്നു. അതെ, യാതൊരു ദയവുമില്ലാതെ ചാട്ടവാർ പ്രയോഗിക്കുന്നു. അപ്രതീക്ഷിതമായാണ് ഈ കൊടുങ്കാറ്റ് വീശിയത്.
പലർക്കും തലക്കും പുറത്തും അടികൊണ്ടു. വിശ്വാസികൾ ഒരു വശത്തേക്ക് മാറി നിന്ന് സംഭവിക്കേണ്ടതാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു ഈശോയെ അഭിനന്ദിച്ചു. മനസാക്ഷിക്കുത്തുള്ളവർ പേടിച്ചോടി. ദേവാലയത്തിൻ്റെ പുറമതിൽ വരെ ഈശോ അവരെ പിന്തുടർന്നു. അങ്കണത്തിൽ നാണയങ്ങളുടെയും ഓടുന്നവരുടെയും കാലുകളുടെയും ജന്തുക്കളും കൊമ്പുകളുടെയും പക്ഷികളുടെയും ചിറകുകളുടെയും ഒരു പെരളിയാണ്. ജന്തുക്കളും കിളികളും ഓടിയും പറന്നും രക്ഷപ്പെടുകയാണ്. കാളകളുടെ അമറൽ, ആടുകളുടെ കരച്ചിൽ, ചെങ്ങാലിപ്രാവുകളുടെ കുറുകുറുപ്പ്, വിശ്വാസികളുടെ സന്തോഷാരവം, പൊട്ടിച്ചിരി, ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്ന കൊള്ളപ്പലിശക്കാർ. അവരെ കണ്ടാൽ ആരും പൊട്ടിച്ചിരിച്ചു പോകും. ആട്ടിൻകുട്ടികളുടെ ദീനാരോധനവും ബലിയർപ്പിക്കപ്പെടുന്ന മൃഗങ്ങളുടെ കരച്ചിലും കേൾക്കാൻ പറ്റാത്തത്ര ഉച്ചത്തിലാണ് ഭക്തരുടെ ആരവം. പുരോഹിതന്മാരും റബ്ബികളും പ്രീശന്മാരും അവിടെ ഓടിയെത്തുന്നു. അപ്പോൾ ഈശോ അങ്കണത്തിൻ്റെ നടുക്ക് തന്നെ ഉണ്ട്. കച്ചവടക്കാരെ ആട്ടിപ്പായിച്ചിട്ട് മടങ്ങി വരുന്ന വഴിയാണ്. ചാട്ടവാർ ഇപ്പോഴും കയ്യിലുണ്ട്. നീ ആരാണ്? നീ ഈ ചെയ്തത് ചെയ്യാൻ എങ്ങനെ ധൈര്യപ്പെട്ടു? നീ എന്തുകൊണ്ടാണ് നിശ്ചയിച്ചിട്ടുള്ള ചട്ടങ്ങളെ തകിടം മറിച്ചത്? ഏതു വേദവിദ്യാലയത്തിൽ നിന്നാണ് നീ വരുന്നത്? നിന്നെ ഞങ്ങൾക്ക് പരിചയമില്ല. നീ എവിടെ നിന്നാണ് വരുന്നതെന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ബലവാനായവൻ ഞാനാകുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ ഈ കാണുന്ന ദേവാലയം നശിപ്പിച്ചാൽ ഞാനത് വീണ്ടും പണിതുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തും. ദേവാലയത്തിൻ്റെ വിശുദ്ധിയെയോ അതിലെ ആരാധന സംവിധാനത്തെയോ ഞാൻ തകിടം മറിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ദേവാലയത്തിൽ കൊള്ളപ്പലിശക്കാരെയും കച്ചവടക്കാരെയും കുടിയിരുത്തി ദേവാലയത്തിൻ്റെ പവിത്രതയ്ക്ക് ഭംഗം വരുത്തുന്നു. എൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. നിത്യനായ ദൈവം മോശയോട് സംസാരിച്ച കാലത്ത് ഇസ്രായേൽ ജനം അത്രയും ഈ രീതിയിൽ പ്രവർത്തിച്ചേനെ. നിങ്ങൾക്കെന്നെ അറിഞ്ഞുകൂടെ? നിങ്ങൾ എന്നെ അറിയും. ഞാൻ എവിടെ നിന്നാണ് വരുന്നതെന്നും നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ അതറിയും. പുരോഹിതന്മാരെ ശ്രദ്ധിക്കാതെ ജനങ്ങളുടെ നേരെ തിരിഞ്ഞ് പ്രസംഗത്തിലെ അതിപ്രധാനമായ ഭാഗത്തെത്തുമ്പോൾ പ്രാസംഗികർ ചെയ്യുന്നത് പോലെ കൈവിരിച്ചു പിടിച്ചുകൊണ്ട് വെളുത്ത കുപ്പായത്തിൽ നിവർന്നു നിന്ന് മേലങ്കിയുടെ തുറസായ പാർശ്വങ്ങളും പുറത്തടിപ്പിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, ഇസ്രായേലെ ശ്രദ്ധിച്ചു കേൾക്കൂ. ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, എല്ലാ ഗോപുരവാതിൽക്കലും നിങ്ങൾ ന്യായാധിപന്മാരെയും നിയമജ്ഞരെയും നിയമിക്കണം. അവർ നിഷ്പക്ഷമായി ജനങ്ങളുടെ പരാതികളുടെ മേൽ തീർപ്പ് കൽപ്പിക്കണം. നിങ്ങൾ നിഷ്പക്ഷത പാലിക്കണം. നിങ്ങൾ യാതൊരു കൈക്കൂലിയും വാങ്ങരുത്. വിവേകമുള്ളവരുടെ കണ്ണുകൾ പോലും തിമിരമുണ്ടാക്കുന്നതാണ് കോഴ. അത് നീതിമാന് നീതി ലഭിക്കുന്നത് അസാധ്യമാക്കി തീർക്കും. കർക്കശമായ നീതിയായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. എങ്കിൽ മാത്രമേ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുന്ന ഈ ഭൂമി സമാധാനത്തോടു കൂടി കൈവശം വെച്ച് അനുഭവിക്കാൻ നിങ്ങൾക്കിടയാകുകയുള്ളൂ. ഇസ്രായേൽ മക്കളെ ശ്രദ്ധിച്ചു കേൾക്കൂ. ആവർത്തന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ലേവിയുടെ ഗോത്രത്തിലെ യാതൊരാൾക്കും ഇസ്രായേലിൻ്റെ പൈതൃകത്തിൽ പങ്കുണ്ടായിരിക്കുന്നതല്ല. എന്തെന്നാൽ അവരെല്ലാവരും ജീവിക്കേണ്ടത് കർത്താവിന് കാഴ്ചയായി അർപ്പിക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ കൊണ്ടും കർത്താവിന് കൊടുക്കുന്ന നേർച്ചപ്പണം കൊണ്ടുമാകുന്നു. അവരുടെ സഹോദരന്മാരുടെ പൈതൃകത്തിൽ അവർക്ക് യാതൊരു പങ്കും ഉണ്ടായിരിക്കുന്നതല്ല. എന്തെന്നാൽ യഹോവ തന്നെയാണ് അവരുടെ പൈതൃകം. ഇസ്രായേൽ മക്കളെ ശ്രദ്ധിച്ചു കേൾക്കൂ. ആവർത്തന പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, നീ നിന്റെ സഹോദരന് പണമാകട്ടെ ഭക്ഷണപദാർത്ഥമാകട്ടെ പലിശക്ക് കൊടുക്കരുത്. അന്യദേശക്കാരനെ കടം കൊടുത്താൽ അതിന് പലിശ വാങ്ങാം. നിന്നോട് എന്താവശ്യപ്പെട്ടാലും അത് പലിശ കൂടാതെ കൊടുക്കണം. ഇത് പറഞ്ഞിരിക്കുന്നത് കർത്താവായ ദൈവമാണ്. എന്നാൽ ഇപ്പോഴാകട്ടെ ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ വിധി തീർപ്പ് കൽപ്പിക്കുന്നത് പാവപ്പെട്ടവരോട് നീതി പുലർത്താതെയാണ്. നീതിയല്ല വിധി തീർപ്പിൽ കാണുന്നത്. ധനവാന്മാർക്ക് അനുകൂലമായി അന്യായവിധി നൽകുന്നു. പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും അടിച്ചമർത്തുന്ന ഒരു നീതി സംവിധാനമാണ് ഇവിടെയുള്ളത്. അധികാരമുള്ളവരെ മാത്രം ബഹുമാനിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുകയും ചെയ്യുന്നു. പാവങ്ങളുടെ പരാതി കേൾക്കാൻ ആരുമില്ല. പിന്നെ എങ്ങനെയാണ് ആളുകൾ പറയുക, ഞങ്ങളുടെ ന്യായാധിപന്മാർ നീതി പുലർത്തുന്നവരാണ് എന്ന്? ജനങ്ങൾ കർത്താവിനെ എങ്ങനെ ബഹുമാനിക്കും?
അവർ കാണുന്നത് എല്ലാത്തിനും ഉപരിയായി കർത്താവിനെ ബഹുമാനിക്കേണ്ടവർ കർത്താവിനെ നിന്ദിക്കുന്നതാണ്. കർത്താവിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നവർ കർത്താവിനെ ബഹുമാനിക്കുന്നുവോ? ഇസ്രയേലിലെ പുരോഹിതന്മാർ എന്തുകൊണ്ട് സ്വത്ത് സമ്പാദിക്കുന്നു? നികുതി പിരിക്കുന്നവരിൽ നിന്നും പാപികളിൽ നിന്നും കോഴ വാങ്ങുന്നു. ഇവർ കാഴ്ചകൾ കൊണ്ടുവരുന്നത് പുരോഹിതന്മാരിൽ നിന്നും ആനുകൂല്യം ലഭിക്കാനാണ്. സ്വന്തം കീശ നിറക്കാൻ കാണിക്കപ്പെട്ടിയിൽ കൈയിട്ട് വാരുന്നവർ ദൈവത്തെ ബഹുമാനിക്കുന്നവരാണോ? ദൈവത്തിൻ്റെ പുരോഹിതന്മാർക്ക് പിതൃത്വം ദൈവം തന്നെയാണ്. ഇസ്രയേലിൻ്റെ പിതാവായ ദൈവം ഒരു പിതാവിനേക്കാൾ ശുഷ്കാന്തിയോടെ അവരെ പരിപാലിക്കുന്നു. അവർക്ക് ഭക്ഷണം നൽകുന്നു. ഇത് ന്യായവുമാണ്. എന്നാൽ ഇതിൽ കൂടുതൽ പുരോഹിതന്മാർ അർഹിക്കുന്നില്ല. ദൈവാലയത്തിൽ പണിയെടുക്കുന്ന ദാസന്മാർക്ക് പണവും വസ്തുവകകളും കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടില്ല. തങ്ങളുടെ ധർമ്മം നിർവഹിച്ചാൽ പരലോകത്തവർ സ്വർഗീയ സുഖം ആസ്വദിക്കും. മോശയ്ക്കും ഏലീശയ്ക്കും യാക്കോബിനും എബ്രഹാമിനും ലഭിക്കുന്ന സൗഭാഗ്യം അവർക്ക് ലഭിക്കും. പക്ഷേ ഈ ലോകത്തൊരു വെളുത്ത ഉടുപ്പും തനി സ്വർണം കൊണ്ടുള്ള ഒരു കിരീടവും അവർ ധരിക്കണം. പരിശുദ്ധിയും പരസ്നേഹവും. അവർ ശരീരത്തെ ആത്മാവിന് വിധേയമാക്കണം. ശരീരം ആത്മാവിനെ ഭരിക്കാൻ അനുവദിക്കരുത്. ആത്മാവ് ദൈവത്തിന് വിധേയമായിരിക്കണം. ശരീരം ആത്മാവിനും ദൈവത്തിനുമെതിരായി പടക്കിറങ്ങരുത്. ആര് അധികാരപ്പെടുത്തിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുകയും ആ കൽപ്പന അനുസരിക്കുന്ന സ്വന്തം സഹോദരങ്ങൾക്ക് ദേവാലയ അങ്കണത്തിൽ കൊള്ളപ്പലിശക്ക് കടം കൊടുക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നത് ആര് അധികാരപ്പെടുത്തിയിട്ടാണ്? ഞാൻ ഏത് സംഘത്തിൽപ്പെട്ടവനാണ് എന്ന് നിങ്ങൾ ചോദിക്കുന്നു. ദൈവത്തിൻ്റെ സംഘത്തിൽപ്പെട്ടവനാണ് ഞാൻ. അതെ, അചഞ്ചലവും അനശ്വരവുമായ ആ സംഘത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അവിടേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. പ്രകാശത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർ, സത്യവും വഴിയും അറിയാൻ ആഗ്രഹിക്കുന്നവർ, ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുന്നത് ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ അടുത്ത് വരുവിൻ. ഇസ്രയേൽ മക്കളെ, നിങ്ങൾ മരുഭൂമിയിൽ മോശയുടെ പിന്നാലെ പോയി. നിങ്ങൾ എന്നെ പിന്തുടരുകയാണെങ്കിൽ ആ മരുഭൂമിയിലും ഏറെ ക്ലേശം നിറഞ്ഞ മരുഭൂമിയിലൂടെ യഥാർത്ഥത്തിലുള്ള വാഗ്ദത്ത ഭൂമിയിലേക്ക് നിങ്ങളെ ഞാൻ നയിക്കാം. ദൈവം ആജ്ഞാപിച്ചിട്ടുള്ളതുപോലെ നിങ്ങളെ ഞാൻ കടലിനക്കരെ നിന്നും ഈ വാഗ്ദത്ത ഭൂമിയിലേക്ക് ആകർഷിക്കും. എൻ്റെ അടയാളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും ഞാൻ രക്ഷിക്കും. അനുഗ്രഹത്തിൻ്റെ കാലം ഇതാ ആസന്നമായിരിക്കുന്നു. ഈ ദിനം കാണുവാൻ കാത്തിരുന്ന പ്രവാചകന്മാർ ഇത് കാണാതെ മരിച്ചു. അവർ ഇതിനെപ്പറ്റി പ്രവചിച്ചു. ഇതിൻ്റെ പ്രത്യാശയിൽ മരണമടഞ്ഞു. നീതിമാന്മാർ ഈ ദിനത്തെ സ്വപ്നം കണ്ടു. ഈ സ്വപ്നത്താൽ ആശ്വസിപ്പിക്കപ്പെട്ടു. അവരും മരിച്ചു. ഇതാ ആ ദിനം ആസന്നമായിരിക്കുന്നു. വരൂ, കർത്താവ് മോശയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തതുപോലെ ദൈവം തൻ്റെ ജനത്തെ വിധിക്കാനൊരുങ്ങുന്നു. കർത്താവേ, അങ്ങയുടെ ദാസന്മാരോട് കരുണ കാണിക്കണമേ. ഈശോയുടെ ചുറ്റും തിങ്ങിക്കൂടിയ ജനം ഈ പ്രസംഗം അത്ഭുതസ്തംഭരായി ശ്രദ്ധിച്ചു കേട്ടു. പുതിയ റബ്ബിയുടെ ഉപദേശം അവർ ചർച്ച ചെയ്തു. ശിഷ്യന്മാരോട് ചോദിച്ച് സംശയം തീർത്തു. ഈ അങ്കണത്തിനപ്പുറത്ത് ഇടയ്ക്കൊരിടനാഴി മാത്രമുള്ള വേറൊരു അങ്കണത്തിലേക്ക് ഈശോ പോയി. ഈശോയുടെ അനുയായികൾ കൂടെ പോയി. ദർശനം ഇവിടെ അവസാനിക്കുന്നു.